ഇതിൽ ഓരോ ടെസ്റ്റും നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. ഒന്ന് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് റോഷാസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആണ്. അപ്പം റോഷാസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഇസ് എ പ്രൊജക്റ്റീവ് സൈക്കോളജിക്കൽ ടെസ്റ്റ് designed to explore an individual's personality, emotions and thought processes. അപ്പം ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടെസ്റ്റ്. അത് ഫോർമുലേറ്റ് ചെയ്തത് ഹെർമൻ റോഷസ് ആണ് ഇൻ ദ ഇയർ 1921 ആൻഡ് one of the most widely known projective test ആണ് ഈ റോഷസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. അപ്പം എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് നോക്കിക്കേ. ടു അസസ് അണ്ടർലൈങ് തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ബൈ അനലൈസിങ് ഹൗ ഇൻഡിവിജ്വൽസ് ഇന്റർപ്രറ്റ് ആംബിഗ്യസ് സ്റ്റിമുലൈ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് നമുക്കറിയാമല്ലോ, നമ്മുടെ തോട്ട്സും ഫീലിംഗ്സും ഒക്കെ മനസ്സിലാക്കാനാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? സ്ട്രക്ചർ എന്താണ്? 10 കാർഡ്സ് കൊടുക്കും ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ. ഈ കാർഡ്സിൽ ഇങ്ക് ബ്ലോട്ട്സ് ഉണ്ടായിരിക്കും. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ ഇത് ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രൊസീജിയർ എങ്ങനെയാണ്? The participants is shown each card and asked to describe it, what they see. Responses may include objects, peoples, animals or abstract shapes. അപ്പോൾ നമ്മൾ എന്താ ഓരോ കാർഡ് ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ഓരോ കാർഡായിട്ട് കാണിക്കും. അവര് ആ കാർഡ് കണ്ടിട്ട് തരുന്ന റെസ്പോൺസ് ആണ് നമ്മുടെ ആൻസർ അല്ലെങ്കിൽ നമ്മുടെ ക്ലൂ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ. എങ്ങനെയാണ്? 1 by 1 ആയിട്ടേ പറ്റത്തുള്ളൂ അല്ലെ, ഗ്രൂപ്പിലായിട്ട് പറ്റത്തില്ല. അപ്പം ഓരോരുത്തരായിട്ട് ഒരു ഇൻഡിവിജ്വലിനെ ആയിരിക്കും ഒരു സമയത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് വന്നിരുന്ന് ഇയാൾക്ക് കാർഡ്സ് കാണിച്ചു കൊടുക്കും, റെസ്പോൺസ് റെക്കോർഡ് ചെയ്യും. പിന്നെ എന്താണ് ഈ റെക്കോർഡ് ചെയ്യുന്നതിൽ പല ക്ലൂസും കാണും. അതായത് ചിലപ്പം ഒരു ഇൻസിറ്റേഷൻ പറയാൻ മടിയുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടത്തിന്റെ ഒരു നോട്ട്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണും. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ സൈക്കോളജിസ്റ്റിന്റെ കഴിവില് ഒത്തിരി ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്താണ്? സ്കോറിംഗ് ആൻഡ് അനാലിസിസ് എങ്ങനെയാണ് നടക്കുന്നത്? അത് അനലൈസ് ചെയ്യുന്നത് അതിന്റെ കണ്ടന്റ് എന്താണോ, പറയുന്നത് എന്തിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കളർ മെൻഷൻ ചെയ്യുന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ആ ഒരു പറയുന്നതിൽ വെച്ചിട്ടാണ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ റെസ്പോൺസസിൽ എന്തുണ്ടാകും? ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഇമോഷൻസും കോൺഫ്ലിക്ട്സും ഇതെല്ലാം ഈ ടെസ്റ്റിൽ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? thematic appreciation test. അതെന്ന് പറയുന്നത് എന്താണ്? thematic appreciation test is a projective psychological assessment tool developed by Henry M. Murray and Christiana D. Morgan in 1930s. It is widely used to explore an individual's underlying thoughts, emotions and motives by analyzing their interpretations of ambiguous visual stimuli. ഇതിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇതിലും നമ്മുടെ കയ്യിൽ പിക്ചർ കാർഡ്സ് ആണുള്ളത്. ഓക്കെ. 30 ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ കാർഡ്സും ഒരു ബ്ലാങ്ക് കാർഡുമാണ് ഉള്ളത്. അതിൽ എന്താ ഉള്ളത്? പല സീൻസും അല്ലെങ്കിൽ ആളുകള് അല്ലെങ്കിൽ ഒബ്ജക്ട്സ്, അങ്ങനെയാണ് ഈ കാർഡ്സിൽ ഉള്ളത്. പിന്നെ എന്താ ചെയ്യുന്നത്? പ്രൊജക്റ്റീവ് സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂസ് ടു അൺകവർ അൺകോൺഷ്യസ് മോട്ടീവ്സ്, ഇമോഷൻസ് ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അപ്പൊ പാർട്ടിസിപ്പൻസിന് എന്താ കൊടുക്കുന്നത്? ഒരു 10 12 കാർഡ്സ് സെലക്ട് ചെയ്യാൻ കൊടുക്കും. ആ കാർഡ്സ് സെലക്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത കാർഡ്സ് വെച്ചിട്ട് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പം വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സ്ക്രീൻ, അല്ലെങ്കിൽ വാട്ട് ഇവന്റ്സ് ലെഡ് ടു ദിസ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടേഴ്സ് എന്താണ് തിങ്ക് ചെയ്യുന്നത് എന്ന് പറയാൻ പറയും, അല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എന്ന് പറയാൻ പറയും. അപ്പൊ ഇങ്ങനെ ഒരു കാർഡ് ഇപ്പൊ കൊടുത്തു, ആ കാർഡിൽ ഒരു സീൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ സീൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പേഷ്യന്റിനോട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഈ ചോദ്യങ്ങളുടെ ആൻസർ എങ്ങനെയാണോ വരുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സ്കോർസ് ഡെവലപ്പ് ചെയ്യാം. അപ്പം സ്കോറിങ് എങ്ങനെയാണ് നടക്കുന്നത്? ആൻസേഴ്സ് അനലൈസ് അല്ലെങ്കിൽ റെസ്പോൺസ് അനലൈസ് ചെയ്തിട്ടാണ്. റെസ്പോൺസ് എന്തൊക്കെ വെച്ച് അനലൈസ് ചെയ്യും? എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് വെച്ച് അനലൈസ് ചെയ്യാം. പിന്നെ എന്താണ്? ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ പറയുന്നതിന്റെ ടോണ്, അതിൽ വരുന്ന ഇമോഷൻ എന്താണ്, പിന്നെ സ്റ്റോറിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം എന്തിനെ കാണിക്കുന്ന പറയുന്നത്? ഒരു പേഴ്സന്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള തോട്ട്സിനെയും ഇമോഷൻസിനെയും എല്ലാം കാണിക്കും എന്നാണ് പറയുന്നത്. സോ അതാണ് നമ്മുടെ ടാറ്റ് ടെസ്റ്റ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് നമുക്ക് പേരിൽ നിന്ന് തന്നെ അറിയാം. എന്താണ് അതിലുണ്ടാവുക? നമ്മൾ പ്രോംസ് കൊടുക്കും അല്ലെ. സെന്റൻസിന്റെ പാതി നമ്മൾ പറയും. ഐ ഫീൽ ഹാപ്പി വെൻ, അല്ലെങ്കിൽ മൈ ഗ്രേറ്റസ്റ്റ് വിഷ് ഈസ് ടു
അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഐ ഫീൽ ലോൺലി വെൻ ഐ ആം, അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് വരുന്നത്, അവരതിന്റെ ആൻസർ പറയും. ഈ ആൻസേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർലൈങ് തോട്ട്സും ഫീലിങ്സും എല്ലാം കണ്ടുപിടിക്കാം. അപ്പൊ റെസ്പോൺസ് എങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യുന്നത്? റെസ്പോൺസസ് ആർ അനലൈസ്ഡ് ഫ്രം റിക്കറിംഗ് തീംസ്, ഇമോഷണൽ നോട്ട് ആൻഡ് സൈക്കോളജിക്കൽ കൺസേൺസ്. അപ്പം അതിൽ എന്തൊക്കെ കാണാം നമുക്ക്? പലപ്പോഴും നമുക്ക് അവരുടെ നീഡ്സ് മനസ്സിലാക്കാം, അവരുടെ മോട്ടീവ്സ് മനസ്സിലാക്കാം, അവരുടെ ഫിയേഴ്സ്, അവരുടെ ആൻസൈറ്റീസ്, അവരുടെ സെൽഫ് പെർസെപ്ഷൻസ്, ഇതെല്ലാം എന്തുണ്ടാവും ആ സ്റ്റോറീസിൽ, അവർ പറയുന്ന ആ സ്റ്റോറീസിൽ അല്ലെങ്കിൽ ആ സെന്റൻസസിൽ എവിടെയെങ്കിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റിലൂടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റിൽ നമ്മൾ സെന്റൻസ് അല്ല കൊടുക്കുന്നത്. എന്താ നമ്മൾ കൊടുക്കുന്നത്? നമ്മളൊരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആണ് കൊടുക്കുന്നത്. മദർ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് എന്താണ്? സക്സസ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? വാവ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? അപ്പൊ ഈ ഒരു പറയുന്നതിൽ ആ പറയുന്ന സ്പീഡ്, എത്ര പെട്ടെന്ന് അവർ ആൻസർ എടുക്കുന്നു, അവരുടെ ഇമോഷണൽ ടോൺ എന്താണ്, പിന്നെയും പറയുന്നത് എന്തൊക്കെയാണ്, പിന്നെ എത്ര നേരം കൊണ്ടാണ് ഇതിന്റെ ആൻസർ, ഇതിനൊക്കെ എന്ത് ചെയ്യാം? ഒരു പേഴ്സണെ നമുക്ക് അസസ് ചെയ്യാം. അതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ചിൽഡ്രൻ എന്താണ്, കുട്ടികൾക്കും എന്താണ് ഈ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് കൊടുക്കാം. ഓക്കെ, കുട്ടികൾക്ക് ഇതേ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് നമുക്ക് അസസ്മെന്റ് ആയിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ അവരുടെ റെസ്പോൺസസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? അവരുടെ ഫിയേഴ്സ് എന്താണ്, അവരുടെ കോൺഫ്ലിക്ട്സ് എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർക്ക് സന്തോഷം വരുന്നത് എപ്പോഴാണ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദീസ് ആർ ദ പ്രൊജക്റ്റീവ് ടെസ്റ്റ് വിച്ച് ആർ യൂസ്ഡ് ടു അസസ് പേഴ്സണാലിറ്റി.